ഒരു ഭാഗം എടുത്തിട്ട് ആ ഭാഗം മാത്രമല്ല വേറൊരു ഭാഗത്തേക്ക് കൂടെ കടന്ന് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അത് നിർത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ചിലപ്പോൾ 5 മിനിറ്റ് കൂടിപ്പോയേക്കാം, ചിലപ്പോൾ 5 മിനിറ്റ് കുറഞ്ഞു പോയേക്കാം, കുഴപ്പമില്ല. അത് നിങ്ങൾ പരിഹരിച്ചാൽ മതി. ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം ഇന്ന് രാത്രി നമ്മോട് ഹൃദ്യമായി സംസാരിക്കും. ഞാനത് വ്യക്തമായിട്ട് കാണുകയും പ്രാർത്ഥിക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടാണ് ഓരോ പ്രസംഗങ്ങളും പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗം ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന വചനങ്ങളാണ്. അത് നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതി ആ വചനം നാം ഉൾക്കൊള്ളുമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും. കർത്താവിന് സ്തോത്രം. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിന് ഒരു ഭാഗം ഒന്ന് തൊട്ടിട്ട് ഒരു മുഖപുര പോലെ ഒരു കാര്യം ഓർപ്പിച്ചിട്ട് അതിനോട് ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിക്കുന്നത് കൊണ്ട് ഒരു വാക്യം ഒന്ന് തൊട്ടിട്ട് ഈ സങ്കീർത്തനം 65-ാം സങ്കീർത്തനത്തിലേക്ക് വരും. അതിനുശേഷം പിന്നെ താഴേക്ക് വരുമ്പോൾ വേറൊരു ഭാഗത്തേക്ക് എഫേസ്യ ലേഖനത്തിൽ വന്ന് ദൈവം തരുന്ന ആലോചനകൾ പറഞ്ഞ് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന ആ ഉറപ്പോടെ ഇരിക്കുമെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ഞാൻ ഇങ്ങനെ ശാന്തമായിട്ട് പറയുന്നത് രാത്രിയാണെന്ന്, കൂടാതെ രാത്രിയിലായതുകൊണ്ടും ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഹോളിലാണ് ഇരിക്കുന്നതെങ്കിലും ചുറ്റുപാടുള്ള ആളുകളൊക്കെ അവർ ഉറങ്ങാനൊക്കെ പോകുന്ന സമയമാണ്. ഇവിടെ ഇങ്ങനെ തുറസായ സ്ഥലമാണ്, അങ്ങനെ അടച്ചുകൂട്ടുള്ള ഒരു സ്ഥലമല്ല. കൃത്യമായിട്ട് ഇത് ഒരു കൺവെൻഷൻ ഗ്രൗണ്ടാണ്. ഞങ്ങളുടെ സെന്ററിന്റെ കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ ഹോളിലാണ് ഞാനായിരിക്കുന്നത്. ഇവിടെ പാമ്പാടി സിയോൺ ഗ്രൗണ്ട് എന്ന് പറയും. ആ ഗ്രൗണ്ടിലാണ് ഉള്ള ചർച്ചിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് വിശാലമാണ്, ഹോള് വിശാലമാണ്. ഇവിടെ ഒരു 1.5 ഏക്കറോളം 1.5 ഏക്കർ അധികമുള്ളൊരു ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങളുടെ കൺവെൻഷനൊക്കെ സെൻട്രലിന്റെ കൺവെൻഷൻ നടക്കുന്ന ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്താണ് ഈ ഹോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെ മറ്റു വൃക്ഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ഈ ഗ്രൗണ്ടിന് വെളിയിലാണ് ആളുകളൊക്കെ ഉള്ളത്. അവിടെ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. അതുകൊണ്ട് രാത്രിയിൽ അധികം ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. എങ്കിലും പരമാവധി ഞാൻ ജനലും കതവുമെല്ലാം അടച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ശബ്ദം കുറച്ച് പറയാനായിട്ട് ആഗ്രഹിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മതി. ആത്മാവല്ലേ നടത്തുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇച്ചിരി ഒച്ച വെച്ച് നേരത്തെ ആരും ചോദ്യം ചെയ്യാനൊന്നും വരില്ല. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അരുളപ്പാടുകൾ ദൈവജനത്തെ അറിയിക്കുക എന്നുള്ളത് ദൈവം എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കാര്യമാണ്. അത് എവിടെയാണെങ്കിലും, പരസ്യ സ്ഥലത്താണെങ്കിലും, ആലയത്തിനകത്താണെങ്കിലും, വീടുകളിലാണെങ്കിലും, ദേവയ്ക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. അവർ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ വീട്ടിലുള്ളവർ മാത്രമേ കാണാറുള്ളൂ, പുറത്തുനിന്ന് അധികം ആളുകൾ കാണാറില്ല. എന്നാൽ അവരോടും 2 പേരുള്ളെങ്കിലും അവരോട് ഞാൻ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കും. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഇത് സംബന്ധിക്കുന്നുണ്ട്. അമേരിക്ക, കാനഡ, അതുപോലെ UK ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ സംബന്ധിക്കുന്ന ഒരു മീറ്റിങ്ങിൽ വചനം പറയാനായിട്ട് എനിക്ക് അവസരമുണ്ട്. അത് മറ്റൊരു കർത്തൃദാസൻ നടത്തുന്നതാണ്. തിരുവല്ലയിലുള്ള ഒരു കർത്തൃദാസൻ, തിരുവല്ല നിരണം അതുള്ള ഒരു കർത്തൃദാസൻ നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ്. അതിൽ ഈ 2 ദിവസം എനിക്ക് വചനം പറയാനുള്ള അവകാശമുണ്ട്. ചൊവ്വാഴ്ച ഞങ്ങൾ 7:30 മുതൽ 9 മണി വരെ ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്. ആ ഓൺലൈൻ വഴി തന്നെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടി, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂടെ ഞങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചകളും ഉണ്ട്. ബാക്കി ദിവസങ്ങളിൽ ഞങ്ങളുടെ സംഘത്തിന്റെ പ്രാർത്ഥനകളും
സംഘടന പ്രവർത്തനങ്ങളും സഭയുടെ പ്രാർത്ഥനകളും ഒക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അത്യാവശ്യം ആരെങ്കിലും എവിടെയെങ്കിലും വെളിയിൽ വിളിച്ചാൽ അവരുടെ ഇടയിലൊക്കെ പോയി ശുശ്രൂഷിക്കുകയും ദൈവത്തിന്റെ വചനം അറിയിക്കുകയൊക്കെ ചെയ്തു വരുന്നു. കർത്താവ് ഒരു ശ്രേഷ്ഠകരമായ ശുശ്രൂഷ തന്നിട്ടുണ്ട്. അത് ഇങ്ങനെ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം നമുക്കൊന്നെടുക്കാം. എല്ലാവരും എടുക്കണേ, എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു വാക്യാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. അവൻ കോറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വന്നു. നമുക്ക് സക്കരിയാവിനെ കുറിച്ചറിയാം, സക്കരിയാവിന്റെ ഭാര്യയെ കുറിച്ചറിയാം, സക്കരിയാവിന്റെ ജീവചരിത്രം മുഴുവൻ നമുക്കറിയാവുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഇവിടെ പറയുകയാണ്, കോറിന്റെ ക്രമപ്രകാരം ആ ദൈവസന്നിധിയിൽ ചെന്ന് ആ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വീണു. മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ഉള്ള നറുക്ക് ആ സക്കരിയാവിന് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ നറുക്ക് വീണപ്പോൾ വളരെ സന്തോഷിച്ചു, വളരെ ആനന്ദിച്ചു. എന്നിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് അകത്തേക്ക് കയറിപ്പോയതിനെ കുറിച്ചാണ് താഴെ വായിച്ചു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഇരിക്കുകയാണ്. ദൈവമക്കൾ വളരെ ശക്തിയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ദൈവത്തിനൊരു അരുളപ്പാട് നമ്മോട് പറയാനുണ്ടാകും. അത് ദൈവം നമ്മെ അറിയിക്കും. വ്യക്തിപരമായി, കുടുംബപരമായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ തൊടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് ദൈവം ഇന്ന് രാത്രി ഇടപെടും, ഉറപ്പായിട്ട് ഇടപെടും. നിന്റെ നിരാശ മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് അനുഭവിച്ചു കൊണ്ടാണ് നിങ്ങളോട് ഈ വചനം പറയുന്നത്. ഇവിടെ വായിക്കുകയാണ്, അങ്ങനെ ധൂപം കാട്ടുന്ന നാഴിക ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. ധൂപം കാട്ടുന്ന വേളയിൽ, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ദൂതൻ അവിടെ വെളിപ്പെടുകയാണ്. ദൂതനെ കുറിച്ച് പറഞ്ഞാൽ അത് മാത്രം ഇന്ന് രാത്രി പറയാനുള്ള ഭാഗങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൂതൻ നമ്മുടെ സേവകാത്മാക്കളാണ്. നമുക്ക് വേണ്ടി സേവ ചെയ്യാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന അതാണ് ദൂതന്മാരെ നിയോഗിച്ചിരിക്കുന്നത്. നമ്മള് എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, അവിടെ 13-ഉം 14-ഉം ചേർത്ത് വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ആ ദൂതന്മാർ നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി ദൈവമാക്കി വെച്ചിരിക്കുന്നു. ഒരു ദൈവ പൈതലിന് 2 ദൂതന്മാരുണ്ട്. ഒരു ദൂതൻ മുൻപിലും ഒരു ദൂതൻ പുറകിലും ഉണ്ടാകും. എപ്പോഴും ആ ദൂതന്റെ സംരക്ഷണത്തിന് കീഴിലായിരിക്കും ഒരു ദൈവ പൈതൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നേരെ വരുന്ന ശത്രുവിന്റെ തന്ത്രങ്ങൾ നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്നത്. ദൂതൻ നമുക്ക് മുമ്പിലുള്ളത് കൊണ്ട് ദുർഘടങ്ങളെ ദൂതൻ മാറ്റിക്കളയും. കാരണം ദൈവം അത്രയ്ക്ക് വിശ്വസ്തനാണ് നമുക്ക് വേണ്ടി. നമ്മൾ പലപ്പോഴും ദൈവത്തിന് വിശ്വസ്തരായിരിക്കാറില്ല. ഇന്ന് രാത്രി എവിടെയൊക്കെയോ അവിശ്വസ്തത കാണിപ്പാനായിട്ടല്ല, വിശ്വസ്തത കാണിപ്പാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എവിടെയെങ്കിലും അവിശ്വസ്തരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ
ഇന്ന് രാത്രി വിട്ടുകൊടുത്തിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, ഇന്ന് രാത്രി ഞാൻ നിന്റെ വചനപ്രകാരം നിലകൊള്ളുവാൻ നിന്റെ ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. അപ്പോൾ തന്നെ ഞാൻ നിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരിക്കണം എന്ന ചിന്ത കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെ വായിച്ചു വന്ന ഭാഗത്ത് ഞാൻ പറഞ്ഞു വിടാൻ പെട്ടെന്ന്, കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗം നിൽക്കുന്നതായിട്ട് അവന് പ്രത്യക്ഷനായി. സക്കറിയാവ് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അകത്തളത്തിൽ വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, കുടുംബമേ, നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് ഈ രാത്രി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. അവിടെ ദൂതൻ പ്രത്യക്ഷനായപ്പോൾ സക്കറിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു. ദൈവത്തിന് സ്തോത്രം. സക്കറിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവെ ഭയപ്പെടേണ്ട, പുറത്തു നിൽക്കുന്ന ജനത്തിന്റെ വിടുതലിനു വേണ്ടി അല്ല, സക്കറിയാവെ നിന്റെ വിടുതലിനു വേണ്ടി, നിന്റെ കുടുംബത്തിന്റെ വിടുതലിനു വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു, ഈ കൂടിവരവിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ പൈതലെ, നിന്നെ വിടുവിപ്പാൻ വേണ്ടി കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് വെളിപ്പെടുകയാണ്. നിന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തുവാൻ വേണ്ടി കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. വളരെ ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഭയപരവശനായി, ഭയപ്പെട്ട് ഒരു കോണിലേക്ക് മാറി നിൽക്കുന്ന, ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന സക്കറിയാവിനെ തട്ടി ഉണർത്തിക്കൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, സക്കറിയാവേ നീ ഭയപ്പെടണ്ട, നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നാളുകളായി പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവപൈതനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി ഒരു അത്ഭുതത്തിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി ഒരു വലിയ ദൈവിക പ്രവൃത്തിയുടെ രാത്രിയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന രാത്രിയാണ്. എത്ര പേർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ട്? നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു മഹത്വം പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവ് മഹത്വത്തിൽ നിലകൊള്ളുന്നവനാണ്. നാം പ്രാർത്ഥിക്കുകയും നാം ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കരം ഇറങ്ങി വന്ന് നമ്മോട് സംസാരിക്കുവാൻ, നമ്മോട് ഇടപെടുവാൻ ഇടയായി തീരുമെന്നതിന് സംശയമില്ല. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വായിച്ച ഭാഗം നമുക്ക് വളരെ വ്യക്തമാണ്. സക്കറിയാവ് അതിനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞാൻ വന്നിരിക്കുന്നു. നീ ഭാരപ്പെടേണ്ട സക്കറിയാവെ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. എല്ലാം കൃത്യമായി, ഒരു മറവും കൂടാതെ. നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭിണിയാകുമെന്നും അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നും ആ മകന് യോഹന്നാൻ എന്ന് പേരിടണമെന്നും കൃത്യമായി പറഞ്ഞ ദൈവം ഇന്ന് രാത്രി നിന്നോട് കൃത്യമായി പറയുക, നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കാൻ തുടങ്ങുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല പോരുകളെയും നിങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ തടസ്സം നിൽക്കുന്ന സകല തടസ്സങ്ങളും ഇന്ന് രാത്രി നീങ്ങിപ്പോകട്ടെ. രക്തം ജയമെടുക്കുന്ന കർത്താവേ, രക്തം കൊണ്ട് ഞങ്ങൾ ജയമെടുക്കുന്നു. ദുരാതി
പതിബൽ പൗഡവരമനഘടക അർത്തികെ രഗൽക്കന മൗഡാരക സന്ധുരാജനത്തുര. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മുഖവരെയായി ഇത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് കിടക്കട്ടെ. ഞാൻ പറഞ്ഞ സങ്കീർത്തനം 65 നമുക്ക് വരാം. 65 സങ്കീർത്തനം, അതിന്റെ ദൈവത്തിന് സ്തോത്രം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഞാൻ വായിക്കുവാനായിട്ട് പോകുകയാണ്. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. നിന്റെ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ടകളെ നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ഇത്രയും ഭാഗം സൂക്ഷിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ വേറെ വഴിയിലൂടെയൊക്കെ കടന്നുപോയെന്ന് വരും. നിങ്ങൾ മറ്റൊന്നും വിചാരിക്കരുത്. ദൈവമാണെന്ന് രാത്രി ഇടപെടുന്നത്. അതുകൊണ്ട് ശക്തമായി എന്നെ കേൾക്കുന്ന ദൈവജനമേ, വളരെ ശക്തമായി പ്രാർത്ഥിച്ചും ഒരുങ്ങിയിരിക്കുമെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് ദൈവത്തിന് എന്ത് കൊടുക്കാൻ പറ്റും? ദൈവത്തിന് കുറെ പണം കൊടുത്താൽ ദൈവം അതിൽ പ്രസാദിക്കുമോ? ഇല്ല. കുറെ വില കൂടിയ ഡ്രസ്സ് വാങ്ങി ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിൽ ദൈവം പ്രസാദിക്കില്ല. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. മറ്റുള്ളതൊക്കെ ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. ഇങ്ങനെ വിവിധ നിലകളിൽ മറ്റുള്ളതൊക്കെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, വിളിച്ചാൽ വിളി കേൾക്കുന്ന, ആവശ്യബോധത്തോടെ ആരെല്ലാം വിളിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം വിളി കേട്ട് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും? ദൈവത്തിന് കൊടുക്കാൻ പറ്റിയത് സ്തുതിയാണ്, സ്തുതി സ്തോത്രങ്ങളാണ്. നാം ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് നാം നന്ദി പറയണം, അത്യുച്ചനാദത്തോടെ ദൈവത്തെ ആരാധിക്കണം. നാം ഇരിക്കുന്ന ഇടം മറന്ന് ദൈവത്തിന് മഹത്വം കരയറ്റണം. അങ്ങനെ ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ തന്നെ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരികയാണ്, നമ്മുടെ വേദനകൾ മാറിപ്പോകുകയാണ്, നമ്മെ അലട്ടുന്ന പ്രതിസന്ധികൾ നീങ്ങിപ്പോകുകയാണ്. ഇന്ന് രാത്രി വേദനപ്പെട്ട് കഴിയുന്നവർ ആരൊക്കെയോ ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നീറിപ്പുകയുന്ന നിന്റെ വിഷയത്തിന്മേൽ, തകർന്നിരിക്കുന്നതിന്റെ വിഷയത്തിന്മേൽ, ഓ ഹല്ലേലൂയ, ഞെരങ്ങിയിരിക്കുന്നതിന്റെ വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടാകാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഒന്ന് വിട്ടുകൊടുക്കാമോ? നിന്റെ മേൽ ഇടപെടുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട് കേട്ടോ. ഗ്ലോറി, ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, 9-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ സന്ദർശിക്കുന്ന ദൈവമാണ്. നീ ഏതിനെ സന്ദർശിക്കുന്നു? നീ ഭൂമിയെ സന്ദർശിക്കുന്നു. എന്നെയും നിങ്ങളെയും സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ നമ്മെ സന്ദർശിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ സന്ദർശിച്ചാൽ എന്ത് സംഭവിക്കും? അതിനെ ദൈവം ഭൂമിയെ സന്ദർശിച്ചാൽ ഉടനെ അതിനെ ദൈവം നനയ്ക്കുകയാണ്. എന്തിനാണ് നനയ്ക്കുന്നത്? ഫലമുളവാകാൻ ദൈവം അതിനെ നനയ്ക്കുകയാണ്. നമ്മുടെ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ വിതപ്പാൻ വിത്തുമായി പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് വഴിയരികിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഈ 4 സ്ഥലത്തും വിത്ത് വീണത് നല്ല വിത്ത് തന്നെയായിരുന്നു. കർത്താവ് പറഞ്ഞ ഉപമയാണ്, ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞതാണ്. ഞാനതൊരു ചെറിയ വിവരണം പറയാം. പാറസ്ഥലത്ത് വീണത് പെട്ടെന്ന് മുളച്ചു വന്നു. പക്ഷെ അതിന് വേരില്ലായ്ക കൊണ്ട്, നനവില്ലായ്ക കൊണ്ട്
അതെന്ത് ചെയ്തു, എന്ത് പറ്റി? അത് പെട്ടെന്ന് ഉണങ്ങിപ്പോയതായിട്ട് എഴുതിയിരിക്കുന്നു. പെട്ടെന്ന് ഉണങ്ങിപ്പോയി. വേറെ ചിലത് വഴിയരികെ വീണു, അത് പറവജാതികൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. വിതച്ചത് നല്ല ഉദ്ദേശത്തോടാ, പക്ഷെ രണ്ടിടത്തും ഫലം ഉണ്ടായില്ല. മൂന്നാമത് വേറൊരു സ്ഥലത്ത് വീണു, അത് മുള്ളിനിടയിലാണ്. ഓ ഹല്ലേലൂയ! മുള്ളിനിടയിൽ വീണതും അവിടെ മുളച്ച് വളരാൻ തുടങ്ങി. നല്ല സ്ഥലത്ത് നാലാമത് വീണു, അത് ഫലം കായ്ച്ചെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ മുള്ളിനിടയിൽ വീണതോ, അത് മുളച്ച് പൊങ്ങി വരുമ്പോൾ തന്നെ മുള്ളുകൾ അതിനെ ഞെരക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി മുള്ളുപോലെ നിന്നെ ഞെരക്കിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുക. സ്തോത്രം. മുള്ളുപോലെ നിന്നെ ഞെരക്കിക്കൊണ്ടിരിക്കുന്നു. മുള്ള് എന്തെല്ലാം ചെയ്യും? മുള്ള് നമ്മെ വേദനിപ്പിക്കും. മുള്ളു കുത്തി കയറിയാൽ നമുക്ക് വേദന ഉണ്ടാകും. മുള്ള് നമ്മെ കീറിക്കളയും, നമ്മുടെ ശരീരത്തെ കീറിക്കളയും. മുള്ള്, ബലവത്തായ മുള്ള് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ ഉടക്കി വലിച്ചാൽ അത്രയും ഭാഗം അങ്ങ് കീറിപ്പോകും. മുള്ള് കീറിക്കളയും, ശരീരത്തെ കീറും, മനസ്സിനെ കീറും, ഹൃദയത്തെ കീറും. ഓ, നിന്നെ മുന്നോട്ട് വിടാതെ കീറിക്കൊണ്ടിരിക്കുന്ന ചില മുള്ളുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കാണുക. അത് പറയാനാ ഞാനത് പറഞ്ഞത്, കേട്ടോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മുള്ള് നമ്മെ കുത്തി നോവിക്കുന്ന മുള്ളുകളുണ്ട്. ചില മുള്ളുകൾ മൊനയുള്ള മുള്ളുകളായി വന്നിട്ട് അത് നമ്മുടെ ഹൃദയത്തെ നോവിക്കും. ആ മൂർച്ചയേറിയ മുള്ളുപോലുള്ള, ശരം പോലുള്ള വാക്കുകൾ ചിലരെ കുത്തി തകർത്തു കളയും. പ്രൈസ് ഗോഡ്. ചെറിയ വിഷയമായിരിക്കാം, ചെറിയ വിഷയം, പക്ഷേ അതിലേക്ക് മുള്ളു കയറി വരുമ്പോൾ അത് ഹൃദയത്തെ മുറിപ്പെടുത്തി വേദനിപ്പിച്ചതിനെ പഴുപ്പിച്ച് വ്രണമാക്കുന്ന അനുഭവങ്ങളുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, നിന്നെ മുറിക്കാൻ സമ്മതിക്കാതെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര മുറിക്കാൻ നോക്കിയാലും മുറിവ് നിന്റെ മേൽ വരാതെ നിന്നെ കാക്കുന്ന ഒരു കരുതലുണ്ടെന്ന കാര്യം പറയാനാ ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. എന്നാൽ മുറിപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ ഞെരക്കുന്ന, നിന്നെ കീറിക്കൊണ്ടിരിക്കുന്ന, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് പിടികിട്ടുന്ന എനിക്കറിയില്ല. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നായിരിക്കാം, ഇല്ലെങ്കിൽ സ്വന്തം സഭയിൽ നിന്നായിരിക്കാം, ഇല്ലെങ്കിൽ അയൽവാസികളുടെ ഇടയിൽ നിന്നായിരിക്കാം. ഓ ഹല്ലേലൂയ, നിന്റെ കൂടെ ആരാധിക്കുന്നവരുടെ ഇടയിൽ നിന്നായിരിക്കാം. നിന്നെ മുറിപ്പെടുത്തി, നിന്നെ വ്രണപ്പെടുത്തി, നിന്നെ തകർത്ത്, നിന്റെ കണ്ണുനീർ കാണാൻ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകാതിരിക്കയില്ല, ഉറപ്പായിട്ടും. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അറിയുന്നു, ചിലര് അങ്ങനെ വേദനപ്പെട്ട് തകർന്നാണ് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത്. നിന്റെ മുറിവുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കട്ടാൻ പോവുകയാണ്. Glory, Habara, Jagalkana, Diva, Rabalkana, Bauda, Varamanagadaga, Abtigoragal, Gadaga, Santura, Digal, Pouda, Varamanaga. കർത്താവ് പറഞ്ഞ ഉപമയാണ് ഞാൻ പറഞ്ഞതെല്ലാം. മുള്ള ഇടയിൽ വീണ വിത്ത് കിളർത്തു വന്നപ്പോൾ ഈ മുള്ളുകളെല്ലാം കൂടി അതിനെ ഞെരക്കാൻ തുടങ്ങി. മുള്ള് ഞെരക്കിയത് കൊണ്ട് അതിന് വളരാൻ കഴിഞ്ഞില്ല. വളരണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല നിലയിൽ വളരണമെന്ന് ഈ ചെടിക്ക് ആഗ്രഹമുണ്ട്. വീണ വിത്തിന്റെ ആ ചെടി കിളിർത്തു വന്നിട്ട് അത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുക, നല്ല ഫലം കായ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മുള്ളു സമ്മതിക്കുന്നില്ല. ഓ ഹല്ലേലൂയ. കർത്തൃദാസിയെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു ദൂത് പറയുന്നു. ഓ ഹല്ലേലൂയ, വളർന്ന് നല്ല ഫലം കൊടുക്കണമെന്ന് നീ ആഗ്രഹിക്കുമ്പോൾ ശത്രു പറയില്ല, നിന്നെ മുറിവേൽപ്പിച്ച് ഈ മുള്ളു നിന്നെ ഞെരക്കി ശുശ്രൂഷ മണ്ഡലങ്ങളെ തച്ചുടച്ച്
ജയം കൊള്ളുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, ശത്രുവിന്റെ ഇട്ടത്തിന് വിട്ടുകൊടുക്കാതെ നിന്നെ പണിയുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ഒന്ന് വിട്ടുകൊടുക്കാമോ? എല്ലാവരും ചേർന്നൊന്ന് കർത്താവിന് മഹത്വം കൊടുത്തി, അല്പസമയം ഒന്ന് ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തി, ആത്മമണ്ഡലം ഒന്ന് തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തി, ആത്മാവിൽ ദൈവത്തിനൊരു സ്തുതി സ്തോത്രങ്ങളൊക്കെ അർപ്പിച്ച് കർത്താവിന്റെ മഹത്വം ഒന്ന് ഇറങ്ങി വരട്ടെ. അരുളി ചെയ്യണമേ കർത്താവ്. ഇന്ന് രാത്രി വ്യക്തിപരമായി കുടുംബപരമായി ഇടപെടുന്ന ദൈവ സാന്നിധ്യം ഈ രാത്രിയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ നാഥന് നന്ദി പറയുകയാണ്. ഈ മുള്ളിന്റെ ഇടയിൽ ഈ ചെടി വളരുകയാണ്. അതിന് നാമ്പ് പുറപ്പെടുവിക്കുവാൻ കഴിയാത്ത നിലയിൽ ഈ ചെടിയെ മുള്ള് ഞെരക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് വളരാൻ പറ്റുന്നില്ല. 4 വശത്തുനിന്ന് മുള്ള അതിനെ ഞെരക്കുകയാണ്. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഈ വാഴവിത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ കൃഷി ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറയും, ഞാനൊരു കൃഷിക്കാരന്റെ മകനായി ജനിച്ചതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാം. പാടം നല്ലതുപോലെ കണ്ണായി പറമ്പ് നല്ലവണ്ണം കിളച്ച് അതിനകത്ത് പുതുമഴ പെയ്യുമ്പോൾ തടം എടുത്ത് ആ തടത്തിനകത്ത് വാഴവിത്ത് ഒരു ചെറിയ കുഴി താത്തി ആ കുഴിക്കകത്ത് വാഴവിത്ത് ഇറക്കി വെച്ചിട്ട് കുറെ മണ്ണ് അതിന്റെ മേളിലിട്ടിട്ട് എൻ്റെ അപ്പൻ്റെ ചേട്ടന്മാരൊക്കെ സഹോദരങ്ങളൊക്കെ ചേർന്ന് ഈ വാഴവിത്ത് കുഴിച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ നല്ലതുപോലെ ചവിട്ടി ഉറപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്രയും അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ചിന്തിച്ചു, ഇത്രയും പാടുപെട്ട് ഈ പറമ്പ് കളച്ച് വൃത്തിയാക്കി, കാടെല്ലാം വെട്ടി പറമ്പ് കളച്ച് വൃത്തിയാക്കി, എന്നിട്ട് അവിടെ കിളച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ തടമെടുത്തു, കാത്തിരുന്നു, മഴ പെയ്തു, അപ്പൊ അല്ലെങ്കിൽ നനച്ചു, എന്നിട്ട് അവിടെ തടമെടുത്തിട്ട് ഒരു ചെറിയ കുഴി കൂടെ താത്തി വാഴവിത്ത് വലിയ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് വെച്ചു. എന്നിട്ട് മണ്ണിട്ടിട്ട് എന്തിനാ ഇതിന് മാത്രം ചവിട്ടി അതിനെ ഒതുക്കുന്നത്? പ്രൈസ് ഗോഡ്. നിന്റെ വളർച്ചയെ കണ്ടുകൊണ്ടാണ് ആ ചവിട്ട് മുഴുവൻ അതിന് കൊടുത്തത്. ഈ വിത്ത് കിളിർത്തു വരുമ്പോൾ, അതിന് മുള പൊട്ടുമ്പോൾ നല്ല ആക്കത്തോടുകൂടെ നല്ല ശക്തിയോടുകൂടി അതിന്റെ മുള പുറത്തേക്ക് വരും. ആ നല്ല മുള വന്നെങ്കിലേ നല്ല ഫലം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ചവിട്ട് മുഴുവൻ അതിന് കൊടുക്കുന്നത്. ഇന്ന് രാത്രി നിന്നെ ശുശ്രൂഷയിൽ ചവിട്ടി ഒതുക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുകയാണ്, നിന്നെ ഉയർത്തുകയില്ലെന്നും നിന്നെ ഫലം കയ്പിക്കയില്ലെന്നും നിന്റെ ശുശ്രൂഷയെ നിലനിർത്തുകയില്ലെന്നും വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളാണ് ഈ ചവിട്ട് കാണിക്കുന്നത്. ചവിട്ടി താഴ്ത്തി ഇല്ല, ഇങ്ങനെ താഴ്ന്നു പോയിക്കോ എന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കുമ്പോൾ തമ്പുരാൻ പറയുകയാണ്, ഇല്ല, നിന്നെ അങ്ങനെ ഒതുക്കാൻ ദൈവം സമ്മതിക്കയില്ല. ദൈവം നിന്നെ കിളിർപ്പിച്ചതെങ്കിൽ ദൈവം നിന്നെ കായ്പിക്കും. ഉറപ്പായിട്ടും അവൻ നിന്നെ വളരുമാറാക്കും. ആരോടൊക്കെയോ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആരോടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അവനവനുള്ളവൻ അതവനവൻ ഏറ്റെടുത്തോളും. ഇന്ന് രാത്രി ഏറ്റെടുത്തോളം. നിന്നെ എവിടെയെങ്കിലും താഴ്ത്തുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വളർത്താതെ നിന്നെ താഴ്ത്തുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വളരാൻ കഴിയാത്ത നില ഞെരക്കുന്നുണ്ടെങ്കിൽ, ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, നിന്നെ തമ്പുരാൻ വളർത്തുക. എങ്ങനെയാ തമ്പുരാൻ വളർത്തിയത്? അടുത്ത ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച കാര്യം ഞാൻ പറയാം. കർത്താവ് വന്നെച്ച് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, അതിന്റെ ആ മുള്ളുകൾ അങ്ങ് വെട്ടിക്കളാന്ന് പറഞ്ഞില്ല. വെട്ടിക്കളഞ്ഞാൽ ആ കൂടത്തിൽ ഈ നല്ല മുളയ്ക്കും കേട് സംഭവിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ആ കളയെ എന്ത് ചെയ്യണം? ആ മുള്ളിനെ അതിനെ വേരോടെ പിഴുതെടുക്കണം. നിനക്കെതിരെ പോരാടുന്ന ചില ദുഷ്ടശക്തിയെ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനെതിരെ പോരാടുന്ന, നിന്റെ തലമുറയ്ക്കെതിരെ പോരാടുന്ന ചില ദുഷ്ടശക്തികളെ പിഴുതെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. നീ സമർപ്പിക്കപ്പെടുമെങ്കിൽ ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ പോകുകയാണ്.
ഏൽപ്പിച്ചു കൊടുക്ക, സമർപ്പിച്ചു കൊടുക്ക. ഒന്ന് സമർപ്പിച്ചു കൊടുക്ക. നിന്റെ തലമുറയെ തകർക്കുമെന്ന് അവൻ നീ കേൾക്ക ഒരു പക്ഷെ വെല്ലുവിളിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവില്ല, അവൻ വെല്ലുവിളിച്ചോട്ടെ. അവന്റെ കണ്ണിന് മുമ്പിൽ നിന്റെ തലമുറ തല ഉയർത്തി നിൽക്കുന്നത് കാണാൻ കഴിയും. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് വലിയവ ചെയ്യുന്ന ദൈവമാണ്. കർത്താവ് വിടിവിക്കുന്ന കർത്താവാണ്. കർത്താവിനെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ഏത് പ്രതിസന്ധികളിൽ നിന്നും നിന്നെ വിടിവിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുത്തോണ്ടിരിക്കണേ. വേറൊരു നിലയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകും. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരി. ഞാൻ വായിച്ച വാക്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മെ ഒരു പക്ഷേ എത്തിച്ചെന്ന് വരും. ഈ ദൈവത്തിന്റെ ആത്മാവ് ഒരു പക്ഷേ വേറൊരു പ്രവചന ഭാഗത്തേക്ക് നമ്മെ കൊണ്ടുവന്നു വരും. ഇന്ന് രാത്രി ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കാർക്കും കണക്ക് കൂട്ടാൻ പറ്റില്ല. ഞാൻ എൻ്റെ ചർച്ചിൽ ശുശ്രൂഷയ്ക്കായിട്ടൊരു കുറിവാക്യം വായിച്ചാൽ ആ കുറിവാക്യത്തിൽ ഒന്നും പറയാൻ കഴിയാത്ത നിലയിൽ മറ്റൊരു ലെവലിലേക്ക് സഭയെ കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞത്, ശുശ്രൂഷയിൽ ഇന്ന് രാത്രി ചിലതിനോടൊക്കെ ദൈവത്തിന് ഇടപെടുവാനായിട്ടുണ്ട്, ചിലതിനെയൊക്കെ ദൈവത്തിന് തൊടാനായിട്ടുണ്ട്, ചിലരോടൊക്കെ ദൈവത്തിന് സംസാരിക്കാനായിട്ടുണ്ട്, ചിലരെയൊക്കെ വിഷയത്തിന്മേൽ വിടുതൽ കൽപ്പിക്കാനായിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവം, നിന്റെ അവസ്ഥകൾ അറിയുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഈ രാത്രി നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. സമർപ്പിച്ചു കൊടുക്ക. ഞെരക്കം മാറാൻ പോവുകയാണ്. ഈ ഞെരങ്ങല് മാറാൻ പോവുകയാണ്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ പോവുകയാണ്. ഉറപ്പായിട്ടും ദൈവം അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി സമ്പൂർണമായി ഒന്ന് വിട്ടുകൊടുക്ക്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. സന്ദർശനത്തിന്റെ പിന്നിൽ എന്തുണ്ടെന്നാ ഞാൻ പറഞ്ഞ? നനവുണ്ട്. ഈ മുള്ളിനിടയിലാണ് അത് വീണതെങ്കിലും ദൈവത്തിന്റെ സന്ദർശനം നിന്റെ മേലുള്ളത് കൊണ്ട് നീ ദിനംതോറും നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശത്രു അത് അറിയുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ നനവ് നിന്റെ മേൽ വരുന്നത് കൊണ്ട്, അത് നിന്നെ നനയ്ക്കുന്നത് കൊണ്ട് നിന്റെ കട്ടകളെല്ലാം ഉടയപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നീ അതിന്റെ ഉഴവു ചാലുകളെ നനയ്ക്കുന്നു, അതിന്റെ കട്ടകളെ ഉടച്ച് നിരത്തുന്നു. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. എവിടെയെല്ലാമാണ് തടസ്സങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള തടസ്സങ്ങളാണ്, ആ തടസ്സങ്ങളെ മുഴുവൻ ഇന്ന് രാത്രി തകർത്തുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതൊന്ന് കണ്ടാ പോരാ, അത് അനുഭവിക്കണം. 36-ാം സങ്കീർത്തനത്തിൽ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അത് നീ കണ്ടാൽ പോരാ, ആ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടാൽ പോരാ, നീ അത് പ്രാപിക്കുന്നത് ഈ ദിവസങ്ങളിൽ പ്രാപിക്കാൻ പോവുക. ഉറപ്പായിട്ടും പ്രാപിക്കാൻ പോവുക. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വിട്ടുകൊടുക്കണേ, ഒന്ന് സമർപ്പിച്ചു കൊടുക്കണേ. ആ ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയണം, കർത്താവേ, ആ ഞെരങ്ങുന്ന വ്യക്തി ഞാനാണ്, ആ തകർന്ന വ്യക്തി ഞാനാണ്. ഇന്ന് രാത്രി എന്നിലേക്ക് ആ നനവ് പകരുവാൻ, എന്നിലേക്ക് ആ വെള്ളം ഒഴുകി വരുവാൻ, എൻ്റെ ജീവിതത്തിലേക്ക് ആ വെള്ളം ഒഴുകി വരുവാൻ. വെള്ളം ഒഴുകി വരുമ്പോൾ കരിഞ്ഞ അവസ്ഥ മാറും, എൻ്റെ കരിവാളിപ്പ് മാറും, എൻ്റെ സ്ഥിതി മാറും, എൻ്റെ ഇടുക്കം മാറും, എൻ്റെ ഞെരുക്കം മാറും, എൻ്റെ തകർച്ച മാറും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യും. എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. എന്നെ ദൈവം ഇന്ന് ഫലം കായ്ക്കുമാറാക്കും. ദൈവം എന്നെ ഒന്ന് ഉണർത്തും. എൻ്റെ സ്ഥിതിഗതികൾ മാറും. എന്റെ തലമുറയ്ക്കു വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. താഴത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ നദി വറ്റുകയില്ല കേട്ടോ. ഈ ആലയത്തിൽ എന്നൊക്കെ ഉണ്ടെന്നറിയാമോ? 65-ന് 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ ആലയത്തിൽ തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. 4-ാം വാക്യത്തിൽ നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടത്
തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. ആലയത്തിൽ ഒരു നന്മയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരായി മാറുന്നത് ദൈവത്തിന് സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് തിന്നുവാൻ ധാരാളം വചനം ലഭിച്ചുകൊണ്ടിരിക്കും. ഈ വചനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം നമ്മൾ പഠിച്ച് എനിക്ക് വേണമെങ്കിൽ ഒരു ഉണർവുണ്ടാക്കി പ്രസംഗിക്കാനൊക്കെ അറിയാം. ഒരു ഉണർവ് പ്രസംഗിച്ച് വേണമെങ്കിൽ അങ്ങ് പോകാം. പക്ഷേ നിങ്ങളുടെ അകത്തളത്തിൽ ഇത് നിലകൊണ്ടെങ്കിലേ നിങ്ങൾക്ക് വിടുതലുണ്ടാകത്തുള്ളൂ. വെറുതെ ഒരു ബഹളം ഞാൻ വെച്ചിട്ട് ഒരു പ്രയോജനമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉണർവ് പ്രസംഗിക്കുന്നയാളാണ്, ഞാൻ അരുളപ്പാടുകൾ പറയുന്നയാളാണ്, കഥലെ കൈവച്ച് ദൂത് പറയുന്നയാളാണ്, ഞാൻ വെളിപ്പാട് പറയുന്നയാളാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയട്ടെ, നിന്റെ ഉള്ളിൽ ഈ വചനം കയറിയാൽ, ഈ വചനം നിന്റെ ഉള്ളിൽ വെളിപ്പെട്ടാൽ, ഈ വചനം നിന്റെ അകത്തളത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിന്റെ ആകം സന്തോഷം കൊണ്ട് നിറയും. അകം സന്തോഷിക്കുമ്പോൾ ശത്രു നിന്നെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആലയത്തിൽ ചെല്ലുന്ന ഒരു ദൈവവേദന ഭക്ഷിപ്പാൻ അവിടുന്ന് ലഭിക്കും. രണ്ട്, പാനം ചെയ്യുവാനുള്ളതും കിട്ടും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ആലയത്തിൽ ഭക്ഷിപ്പാനുണ്ട്, ഈ ആലയത്തിൽ പാനം കുടിക്കാനുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 65:9 വായിക്കുന്നു, ദൈവത്തിന്റെ നദി വറ്റുകയില്ല. അതിന്റെ 10-ാം പകുതി വായിക്കുന്നത്, നനയണമെങ്കിൽ ഉഴുതുമറിക്കണം. വയൽ ഉഴുതുമറിച്ചെങ്കിലേ വയൽ നനയത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. വലിയ വലിയ കട്ടകൾ ഇങ്ങനെ ഇളകി ഉഴുത് മറിച്ചിട്ടിരിക്കും. നമ്മള് ഈ പാലക്കാട് പ്രദേശത്തൊക്കെ പോകുമ്പോ കാണാൻ പറ്റും. വഴിയരികൂടെ സഞ്ചരിച്ചാൽ മതി. റോഡിലൂടെ സഞ്ചരിക്കുമ്പോ അവിടെ വയൽ ഇങ്ങനെ വേനൽക്കാലങ്ങളിൽ, മഴയില്ലാത്ത സീസണുകളിൽ അത് ഉണങ്ങി വരണ്ട ആ വയല് ട്രാക്ടർ ഇറക്കി ഉഴുത് മറിച്ചിട്ട് വലിയ കട്ടകൾ ഇങ്ങനെ പടർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഞാന് മീറ്റിങ്ങുകളുടെ ബന്ധത്തിൽ ഇങ്ങനെ പോകുന്ന വേളയിൽ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ട്, ബസ്സിനോട് ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇനി ഇതിനകത്ത് എങ്ങനെ ഒരു കൃഷി ചെയ്യാൻ എത്ര വലിയ കട്ടയല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അടുക്കരുന്ന ഒരാളോട് ചോദിച്ചു, ഈ കട്ടയുടെ മുകളിലാണ് അവർ കൃഷി ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞില്ല സുഹൃത്തെ, അത് എന്താ കുഴപ്പമെന്നറിയാവോ, മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ മണ്ണ് ഒരു പ്രത്യേകതരം മണ്ണാണ്. ഒരു മഴ പെയ്താൽ മതി, കട്ടകളെല്ലാം അരിഞ്ഞു പോകും. അപ്പൊ ദൈവത്തിന്റെ സന്നിധി കട്ടകളെ നിരത്തുന്ന ഒരു മഴയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ കണ്ണ് നീർ കൊണ്ട് ദൈവം ആ കട്ടകളെ നനയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ വിണ്ടുകീറിയ ആ പ്രതലത്തെ ഉഴുതുമറിച്ച്, ശത്രു ഉഴുതുമറിച്ച്, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന വ്യക്തിത്വത്തോട് പരിശുദ്ധാത്മാവ് ഇല്ല, നിന്നെ അവൻ ഉഴുതുമറിച്ചാലും അവന് നിന്നെ തകർക്കാൻ പറ്റൂല. അപ്പോഴേക്കും അവിടെ ഒരു ചാറ്റൽ മഴ ദൈവം അയക്കുക തന്നെ ചെയ്യും. ആ മഴ നിന്നിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിന്റെ സ്ഥിതി മാറുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ പറയാൻ ലെവല് മാറുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുക. വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ലെവല് കർത്താവ് മാറ്റാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. വേറൊരു വാക്യം കൂടി ഞാൻ ഇവിടെ വായിക്കുകയാണ്. യിരെമ്യാവിന്റെ പ്രവചനം 4-ാമത്തെ അധ്യായം നമുക്കൊന്ന് എടുക്കാം. യിരെമ്യാ പ്രവചനം അതിന്റെ 4-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യിരെമ്യാവ് 4:3. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യിരെമ്യാ പ്രവചനം 4-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 4:3. യഹൂദ പുരുഷന്മാരോടും ദൈവത്തിന് സ്തോത്ര പുരുഷന്മാരോടും യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവീൻ. യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങൾ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവീൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തരിശ് നിലം ഉഴുകണം.
ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിലൂടെ പറയുകയാണ്, തരിശായി കിടക്കുന്ന നിലം ഉഴുതുമറിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് ഉഴുതുമറിക്കണം. വചനം ഭക്ഷിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ ഓർപ്പിച്ചു. വചനം ഭക്ഷിക്കുമ്പോൾ കൊണ്ട് നാം പാനം ചെയ്യുമ്പോൾ, ആത്മാവിനെ പാനം ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം വിടുവിക്കപ്പെടുകയാണ്. ഓ ഹറബനക സഗജനാദികൾ ഘനധികാരമൽ പൂടപരമന. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അവിടെ ഇരമ്യാവ് പറയാണ്, തരിശ് നിലം ഉഴുവീൻ. ഇനി നമുക്ക് വേറൊരു വാക്യം കൂടി വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം. ഇന്ന് ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ രാത്രി ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങി വന്നിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 1:19 ഞാൻ അവിടെ വായിക്കുകയാണ്. 1-ാം അധ്യായം 19-ാം വാക്യം. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരെ വേറെ ഒരുത്തരെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, അത് എഫേസ്യ ലേഖനമല്ല, വാക്യം മാറിപ്പോയതാണ്. ഒരു വാക്യം മാറിപ്പോയി. അതുകൊണ്ട് ഞാൻ ആ എഫേസ്യ ലേഖനം എടുത്തോട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ആത്മശക്തി ഇന്ന് രാത്രി ഈ എന്നെ ശ്രദ്ധിക്കുന്ന വ്യക്തിത്വങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മള് വചനം വളരെ ശക്തമായി പഠിച്ചാൽ പ്രാർത്ഥനയിൽ കൂടെ അല്ലാതെ നമുക്കൊന്നും നേടാൻ കഴിയില്ല. പ്രിയ സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, യേശുവിന്റെ ശിഷ്യന്മാർ അടുക്ക് വന്നിട്ട് ആ യേശുവിനോട് പറഞ്ഞില്ല, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞില്ല. പിന്നെ യേശുവിന്റെ ശിഷ്യന്മാർ അടുക്ക വന്നിട്ട് വെള്ളത്തിനു മീതെ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. 3, ഞങ്ങളെ മരിച്ചവരെ ഉയർപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പ്രാർത്ഥനയാൽ കഴിയാത്തത് ഒന്നുമില്ല. പ്രാർത്ഥന കൊണ്ട് സാധിക്കാത്തത് ഒന്നുമില്ല. രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈതലേ, പ്രാർത്ഥന കൊണ്ട് നിനക്ക് നേടാൻ കഴിയാത്തത് ഒന്നുമില്ല. പ്രാർത്ഥിക്കാൻ നീ മുഴങ്കാലും അടക്കുമ്പോ അപ്പുറത്ത് ശത്രു അവൻ വരയ്ക്കാൻ തുടങ്ങും, ഉറപ്പായിട്ടും. അതുകൊണ്ട് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. വിശ്വാസ ജീവിതം പ്രാർത്ഥനയിൽ ആരംഭിച്ച ഒരു മനുഷ്യനാണ് പൗലോസ്. ആ പൗലോസ് പറയുകയാണ്, ആ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിച്ചു, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അത് നാം തിരിച്ചറിയണം, ഉറപ്പായിട്ടും തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവ സാന്നിധ്യം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ആ ജീവിതത്തിൽ അത് അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്? നിങ്ങളുടെ ഉള്ളത്തെ തൊട്ടുണർത്തുന്ന ദൈവത്തിന്റെ ആത്മാവെന്ന് രാത്രി നിങ്ങളോട് സംഭാഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവ് പറയുന്നു, ഇല്ല, ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം.
നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ പിതാവ് കരുതിയിരിക്കുന്ന ധനം എന്ത് എന്ന് കാണാൻ നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. പൗലോസ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ആ വലിയ സ്വർഗത്തിലെ ധനമുണ്ടല്ലോ, സ്വർഗത്തിലെ പിതാവ് നിനക്ക് കരുതിയിരിക്കുന്ന ധനമുണ്ടല്ലോ, അത് എന്ത് എന്ന് കാണാൻ നിന്റെ ഹൃദയം, ദൈവത്തിന് സ്തോത്രം, നിന്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ആഘോ ഒന്ന് പ്രകാശിക്കാൻ. ചിലത് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം, കാണാൻ കഴിഞ്ഞിട്ടില്ല. യിരെമ്യാപ്രവചനം 42 ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു. യിരെമ്യാപ്രവചനം 42 അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയാണ്. യിരെമ്യാപ്രവചനം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യിരെമ്യാപ്രവചനം 42 അധ്യായം എടുക്കും. 42 അധ്യായം എടുത്തോ. ഹല്ലേലൂയ. 42 അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവിടെ വായിക്കുകയാണ്. 42 അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണിയും. തമ്പുരാൻ പറയാണ്, ശത്രു പൊളിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. പക്ഷെ തമ്പുരാൻ പറയാണ്, നിന്നെ പൊളിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒന്ന്, അവൻ നിന്നെ പൊളിച്ചു കളയാതെ പണിയും. ഉറപ്പായിട്ടും പണിയും. ഉറപ്പായിട്ടും പണിയുന്ന വിശ്വസിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുക. ദൈവം നിന്നെ പണിയാൻ പോവുക. ദൈവം നിന്റെ തലമുറയെ പണിയാൻ പോവുക. ദൈവം നിന്റെ കുടുംബത്തെ പണിയാൻ പോവുക. ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ പോവുക. ഉറപ്പായിട്ടും ഏൽപ്പിച്ചോടതേ. അവിടെ വായിക്കുകയാണ്, ഞാൻ നിങ്ങളെ പറിച്ചു കളയാതെ പൊളിച്ചു കളയാതെ പണിയുകയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പറിച്ചു കളയാതെ നിങ്ങളെ ഉറപ്പിക്കുന്നവൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഈ വാക്യം ഒന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ ഉറപ്പായിട്ട് തരാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് അതേ അധ്യായത്തിൽ തന്നെ വേറൊരു വാക്യം കൂടി നിങ്ങളോട് പറയുക. അതിന്റെ 7-ാം വാക്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കുകയാണെങ്കിൽ സന്തോഷം. ഉച്ചത്തി വായിക്കുകയാണെങ്കിൽ സന്തോഷം. ഞാൻ തന്നെ വായിക്കാം. അതിന് 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. 10 ദിവസം കഴിഞ്ഞ ശേഷം യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവൻ കാരേഹിന്റെ മകനായ 10 ദിവസം നിങ്ങൾ ഇന്ന് മുതൽ എണ്ണിക്കോ. 10 ദിവസത്തിനുള്ളിൽ ദൈവത്തിന്റെ ശബ്ദം നിന്റെ കാതുകളിൽ വ്യക്തിപരമായി മുഴങ്ങും. ഉറപ്പായിട്ട് മുഴങ്ങും. പിടികിട്ടിയ ആ ബൈബിള് വായിച്ച സഹോദരിയോട് കൂടെ ദൈവാത്മാവ് പറയാണ്, ഈ വാക്യം നിന്നോടുകൂടെ സംസാരിക്കുന്ന, നിന്റെ കുടുംബത്തോട് സംസാരിക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഞാനിത് പറഞ്ഞുതരാം. വായിക്കാൻ എനിക്ക് അറിയാൻ വൈകിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വാക്യം എടുത്തു വച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ വായിക്കാൻ ഞാൻ ഒരാളോട് വായിക്കാൻ പറഞ്ഞെന്നറിയാമോ? ആവശ്യക്കാർക്കേ ഇത് കിട്ടത്തുള്ളൂ. കർത്താവ് മന്നയിട്ടു. മന്നങ്ങനെ വിതറി, കൂടാരത്തിന് ചുറ്റും മന്ന വിതറി കിടക്കുമ്പോൾ ആവശ്യക്കാരൻ ഇറങ്ങിച്ചെന്ന് വേണം പറക്കാൻ. ഇറങ്ങിച്ചെന്ന് പറക്കുന്നവന് അത് സന്തോഷവും ആനന്ദവും വിടുതലും ആയി മാറും. എന്ന പോലെ ഈ വചനം ദൈവാത്മ പറയെ 10 ദിവസം പ്രിയ സഹോദരി കാത്തിരുന്നു. 10 ദിവസത്തിനുള്ളിൽ ദൈവം നിന്നോട് വ്യക്തിപരമായി ഇടപെട്ടിരിക്കും. ഉറപ്പായിട്ട് വ്യക്തിപരമായി ഇടപെടുക മാത്രമല്ല, അവൻ നിന്നെ ഉയർത്താൻ പോവുക. അവൻ നിന്റെ സ്ഥിതി മാറ്റാൻ പോവുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 10 ദിവസം കഴിഞ്ഞ ശേഷം യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. യിരെമ്യാവിന് അരുളപ്പാടുണ്ടായെങ്കിൽ നമ്മോട് ആ ദൈവം സംസാരിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് 10 ദിവസം അതിനുള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എന്റെ ചർച്ചിലൊരു കൊച്ച് MSW ഒക്കെ പഠിച്ചതാ. ഒരു വർഷമായി പഠനം കഴിഞ്ഞിട്ട് ഇതുവരെ ജോലിയില്ല. പല വാതിലും മുട്ടി, പലതും അടഞ്ഞുപോയി. ദൈവാത്മാവ് ആ കൊച്ചിനോട് ദൂത് പറഞ്ഞു, ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവുക. ഇന്നലെ പകല് ദൈവാത്മാവ് പറഞ്ഞു,
ഒരു വഴി തുറക്കാൻ പോവുക. അതുകൊണ്ട് നീ നിന്റെ കൂടാര സ്ഥലത്ത് ഒന്ന് വിശാലാക്കണം. നിന്റെ കയറുകളിൽ ഒന്ന് വലിച്ചു കെട്ടണം. ആ കയറ് കെട്ടാൻ കുറ്റികളുണ്ടല്ലോ, കുറ്റി ഉറപ്പിക്കണം. അതിന്റെ ആത്മാവിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഉണർത്തി കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് ഇടപെടാൻ തുടങ്ങി. ഇന്ന് പകല് ഈ സന്ധ്യാവേളയിൽ ഞാനൊരു യാത്രയൊക്കെ കഴിഞ്ഞ് പറഞ്ഞില്ലേ 200-ലധികം കിലോമീറ്ററുകൾ വാഹനം ഓടിച്ച് ഞാൻ മടങ്ങി വീട്ടിൽ വരുമ്പോ എനിക്കൊരു ഫോൺ കോൾ പെട്ടെന്ന്. അപ്പൊ ഞാൻ ആ ഫോൺ എടുത്ത് നോക്കുമ്പോ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കൊച്ചിനോട് നാളെ 10 മണിക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരാൻ പറയാൻ. ദൈവം ആരാണ്? ദൈവം ആരാ? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. 1 വർഷമായിട്ട് പഠനം പൂർത്തീകരിച്ച് വീട്ടിൽ കഴിയുക. 1 വർഷമായി. പല വാതിലും മുട്ടി, അതെല്ലാം അടയപ്പെട്ടു. ഏത് വാതിൽ ചെന്ന് മുട്ടിയാലും അത് തുറക്കുന്നില്ല. കൊച്ചിനോട് ഒരാൾ പറഞ്ഞു, നീ എത്ര ശ്രമിച്ചാലും നിനക്കൊരു വഴി തുറന്നു വരികയില്ല, ഞാൻ ആ വഴികളെ അടച്ചു വെച്ചിരിക്കുന്നു നേരെ നോക്കി പറഞ്ഞു. വളരെ നിരാശയോടെ, വളരെ ഭാരത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞിന് പഠനം കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടി എന്തെങ്കിലുമൊക്കെ നേടാമെന്ന് ചിന്തിച്ച് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് എല്ലാം തകർന്നടിച്ച് മുന്നോട്ട് പോവുകയാണ്. അവരോട് പറഞ്ഞു, പ്രാർത്ഥിക്കുക, ദൈവം പ്രവർത്തിക്കും. ശത്രുവിന് ദീർഘനാളുകൾ നമ്മെ തടയാൻ പറ്റില്ല. കർത്താവ് ഇറങ്ങി വരും. ഇല്ലെങ്കിൽ അവന്റെ ദൂതനെ അയക്കും. നിന്റെ മുമ്പിൽ അടയപ്പെട്ട വാതിലുകൾ ദൈവം തുറക്കും. ഇന്ന് സന്ധ്യാവേള സന്ദേശം എന്റെ കാതി മുഴങ്ങിയപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, നാളെ 10 മണിക്ക് അവിടെ ചെല്ലണം. ദൈവത്തിന് സ്തോത്രം, ചെല്ലാന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയാമോ? ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ, ഒരു പ്രതീക്ഷയില്ലാതെ എല്ലാം തച്ചുടച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിനക്ക് വേണ്ടി വഴി ദൈവം തുറക്കാൻ പോവുകയാണ്. നിന്നോട് ദൈവം സംസാരിക്കാൻ പോവുകയാണ്. 10 ദിവസത്തിനുള്ളിൽ ദൈവത്തിന്റെ വിടുതൽ കണ്ടിരിക്കും നിശ്ചയമായി. ഇത് വിശ്വസിക്കുന്ന ദൈവ പൈതലെ, നിനക്ക് വേണ്ടി ആ വഴി 10 ദിവസത്തിനുള്ളിൽ ദൈവം തുറക്കാൻ പോകുക. ഇന്ന് രാത്രി നീ കുറിച്ചു വെച്ചോ, 10 ദിവസത്തിനുള്ളിൽ ദൈവം ആ വഴി നിനക്ക് വേണ്ടി തുറന്നിരിക്കും. 10 ദിവസത്തിനുള്ളിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും. ഇന്ന് രാത്രി ആ വചനം ഇടപെടുന്നത് കൊണ്ട് ഞാൻ ദൈവജനത്തെ ഓർപ്പിക്കട്ടെ, നിന്നോട് ദൈവം സംസാരിക്കുന്നു. ദൈവത്തിന്റെ അരുളപ്പാട് ഏറ്റെടുക്കുക, വചനം ഏറ്റെടുക്കുക, എന്നിട്ട് നീ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു, 10 ദിവസത്തിനുള്ളിൽ നീ ദൈവ ശബ്ദം കേട്ടിരിക്കും. വിടുതലിന്റെ ശബ്ദം കേട്ടിരിക്കും. ഉറപ്പായിട്ടും ആമേൻ പറയാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന് നിനക്ക് അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പറഞ്ഞ ഭാഗത്തേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ പിതാവ് കരുതിയിരിക്കുന്ന ധനം എന്ത് എന്ന് കാണുവാൻ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ദൈവിക ധനത്തെ കുറിച്ച് അറിയാത്തതിനാൽ ദൃഷ്ടി പ്രകാശിക്കുന്നില്ല. ഇപ്പോൾ പാപ്പരത്വം അനുഭവിച്ച് മുന്നോട്ട് പോകുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ കർത്താവ് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ചിരിക്കുന്നത് കാണണം. അതിന് ഈ ഹല്ലേലൂയ ദൈവിക കുടുംബത്തിൽ ജനിച്ചതിനാൽ നീ ധനത്തിന്റെ അവകാശിയാണ്. ദൈവം നിനക്ക് ഒരു രാജകീയ പദവി തന്നിരിക്കുന്നു. ഈ കുടുംബത്തിൽ നീ ജനിച്ചത് കൊണ്ട് ദൈവം നിനക്ക് ഒരു രാജകീയ പദവി തന്നിട്ടുണ്ട്. എഫേസ്യ ലേഖനത്തിൽ നാം അതാണ് വായിച്ചത്. 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ, അവനിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തി വിശ്വസിക്കുന്നവരിൽ മാത്രം വ്യാപരിക്കാൻ തുടങ്ങും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അത് വിശ്വസിക്കുന്നവരിൽ മാത്രം വ്യാപരിക്കും. അവൻ ഇന്ന് നിന്റെ കൂടെയുണ്ട്. മോശ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് തന്റെ കരം കടലിന് നേരെ നീട്ടിയപ്പോൾ അതുവരെ ഇല്ലാത്തൊരു കാറ്റ്. മോശ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കാറ്റ്, കേട്ടിട്ടില്ല അങ്ങനെ ഒരു കാറ്റ്. എന്നാൽ അന്ന് രാത്രി ഒരു കിഴക്കൻ കാറ്റ് വന്നെന്ന വചനം പറയുന്നത്. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു,
നിനക്ക് വേണ്ടി ഒരു കാറ്റ് ദൈവം ഊതിക്കാൻ പോവുക കേട്ടോ. നിനക്ക് വേണ്ടി ദൈവം ഒരു കാറ്റ് ഊതിക്കാൻ പോവുക. നിന്റെ അവസ്ഥ എന്തോ ആകട്ടെ, നീ ചിലപ്പോൾ രോഗിയായിരിക്കാം, നീ ചിലപ്പോൾ ക്ഷീണിതയായിരിക്കാം, നീ തകർന്നവനായിരിക്കാം, നീ തകർന്നവളായിരിക്കാം. കർത്താവിന് അത് വിഷയമല്ല. അവൻ നിന്നെ പണിതുയർത്തുന്ന ദൈവമാണ്. അവനിൽ നിന്ന് വ്യാപരിക്കുന്ന ശക്തി വിശ്വസിക്കുന്നവരിൽ മാത്രം വ്യാപരിക്കും. അവൻ ഇന്ന് നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ശക്തി, നിന്റെ മേൽ പകർന്നിരിക്കുന്ന കാറ്റ് നിന്നെ തകർക്കുന്ന കാറ്റല്ല, നിന്നെ വിടുവിക്കുന്ന കാറ്റാണ്. വിടുതൽ നൽകുവാൻ നിന്നിൽ ഇന്ന് ആ ശക്തി വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. നിന്നെ മുന്നോട്ട് വിടാതെ തടയുന്ന ചില ശക്തികളില്ലേ, ആ ശക്തികളെ പിടിച്ചു കെട്ടാൻ കഴിയുന്ന ആത്മശക്തി, ആ ശക്തിയെ തകർക്കുന്ന ദൈവത്തിന്റെ കാറ്റ് ഇന്ന് രാത്രി കർത്താവ് അയക്കാൻ പോകുകയാണ്. ഉറപ്പായിട്ടും ആ കാറ്റ് ദൈവം അയക്കും. 1:15 വാക്യത്തിൽ ഭൗതിക വിഷയത്തിനു വേണ്ടി ഒരിടത്തും ആ അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചാൽ അതിൽ ഭൗതികമുണ്ട്. രോഗത്തിന് വിടുതലുണ്ട്, തലമുറയുടെ അനുഗ്രഹമുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ശക്തിയെ നിനക്ക് വെളിപ്പെട്ടു വരും. ഉറപ്പായിട്ടും വെളിപ്പെട്ടു വരും. നമുക്ക് യെശയ്യാ 27-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ 27-ന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ, യെശയ്യാ പ്രവചനം 27-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ ഞാൻ വായിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 27-ന്റെ 1. അന്നാളിൽ കർത്താവ് പറയാണ്, അന്നാളിൽ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് മുന്നമേ നിനക്ക് വേണ്ടി ദൂത് എഴുതി വെച്ചിരിക്കുക. ആ ദൂത് നിന്നോട് പറയുകയാണ്, അന്നാളിൽ. ദൈവത്തിന് സ്തോത്രം. യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിതൃത സർപ്പമായ ലിവ്യാഥാനെയും വക്രസർപ്പമായ ലിവ്യാഥാനെയും സന്ദർശിക്കും. വിതൃത സർപ്പമായ ലിവ്യാഥാൻ, വക്രസർപ്പമായ ലിവ്യാഥാൻ, ഇത് രണ്ടും ഒരു ശക്തിയാണ്. ഒരു ശക്തി 2 രൂപത്തിൽ വെളിപ്പെടുകയാണ്. നിന്നെ മുന്നോട്ട് വിടാതെ നിനക്ക് തടസ്സമായി നിൽക്കുന്ന ഈ 2 ശക്തികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുകൊണ്ട് പറയുന്നു, ദൈവവൈതലേ, ഈ ശക്തി നിന്നെ തകർക്കാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇല്ല, നിന്നെ വിട്ടുകൊടുക്കുകയില്ല, നിന്നെ വിട്ടുകൊടുക്കുകയില്ല, ഈ ശക്തിക്ക് നിന്നെ വിട്ടുകൊടുക്കുകയില്ല. എന്നിട്ട് പറയണം, അവന്റെ കടുപ്പമേറിയ ബലമുള്ളതും വലിപ്പമുള്ളതുമായ വാൾ കൊണ്ട് തമ്പുരാൻ അതിനെ തകർക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനെ സമുദ്രത്തിന്റെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയുമെന്ന്. കേട്ടോ, ദൈവത്തിന് സ്തോത്രം. ഈ സമുദ്രത്തിൽ, ലോകമാകുന്ന സമുദ്രത്തിൽ നിന്നെ തകർക്കാൻ എഴുന്നേറ്റ് വരുന്ന ഈ 2 ശക്തികൾ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകൻ കൂടെ പറഞ്ഞു, നിങ്ങൾ തടുത്തു കളയരുത്. ദൈവത്തിന്റെ ശക്തി വരികയാണ്, ദൈവത്തിന്റെ വിടുതൽ വരികയാണ്. വടക്ക് നിന്ന് അവന്റെ ശക്തി വരുമ്പോൾ തെക്കിനോട് കർത്താവ് പറയാണ്, തടുക്കരുത്, ഈ ശക്തിയെ തടുക്കരുത്. ഇത് ദൈവിക ശക്തിയാണ്. നിങ്ങൾക്ക് പറയുണ്ടോ എന്ന് എനിക്കറിയില്ല. വാര്യവന യോനച്ചൻ എന്ന് പറഞ്ഞൊരു കർത്താവിന്റെ വിലപ്പെട്ട ദാസുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പ്രവചനാത്മാവിൽ ശക്തമായി വിളിച്ചു പറഞ്ഞു, ഓ ഹാലലിയ, വടക്ക് നിന്നൊരു തീ വരുന്നു. ആ തീ നമ്മെ അഗ്നി കൊണ്ട് നിറയ്ക്കും. ആത്മാവിന്റെ അഗ്നി നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ അതിനെ തടുക്കാൻ എഴുന്നേൽക്കുന്ന സകല ശക്തികളെയും തമ്പുരാൻ തകർത്തു കളയും. എന്താ വടക്കെന്ന് പറഞ്ഞ ഇന്ത്യയുടെ വടക്കൻ പ്രദേശത്ത് ഇങ്ങോട്ട് ശക്തി വരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. കേട്ടോ, നമ്മളൊരു ഭൂപടം ഒരു ബോർഡിലോ അല്ലെങ്കിൽ ഭിത്തിയിലോ തൂക്കിയിട്ടാൽ
അതിന്റെ വടക്കെന്ന് പറഞ്ഞ അതിന് മുകൾ ഭാഗമാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഉയരത്തിൽ നിന്ന് ഒരു ശക്തി വെളിപ്പെട്ടു വരും. അതാ ഭക്തനായ പ്രവാചകനായ ആ വാര്യാവനെ യോനാച്ചായനത് വെളിപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, വടക്ക് നിന്നൊരു ദീപം വരിക, ഒരു വലിയ തീ വരികയാണ്, വലിയൊരു പന്തം വരികയാണ്. ദൈവത്തിന് അതെല്ലാം വിശേഷണങ്ങൾ അതിന് കൊടുക്കാം, അതെല്ലാം കൊടുക്കാം. അങ്ങനെ വരുന്ന ശക്തി നമ്മയെല്ലാം അഗ്നി കൊണ്ട് നിറയ്ക്കും. ഉയരത്തിൽ നിന്നൊരു ശക്തി നമ്മിലേക്ക് പകരപ്പെടും. നമ്മുടെ ഈ ക്ഷീണിച്ച അവസ്ഥകളെല്ലാം മാറും. നമ്മുടെ ആരാധന ശക്തിപ്പെടും. നമ്മുടെ ആരാധനയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങും. നമ്മുടെ ആരാധനയിൽ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ ആരാധനയിൽ വിടുതൽ നടക്കും. നമ്മുടെ ആരാധനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ ആരാധനയിൽ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടും. നമ്മുടെ ആരാധനയിൽ ഭൂതങ്ങൾ അലറി ഓടും. നമ്മുടെ ആരാധനയിൽ പൈശാചികൻ നമ്മുടെ മണ്ഡലങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകും. എത്ര പേരത് വിശ്വസിക്കുന്നു? വിശ്വസിച്ചുകൊണ്ടത് ഏറ്റെടുക്കാമോ? എന്നാൽ ഇന്ന് രാത്രി നിന്നെ ഉണർത്തിയെടുക്കുന്ന ഒരു ആത്മശക്തി നിന്നിലേക്ക് ദൈവം പകരാൻ പോകുകയാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഈ ശക്തി നിന്റെ മേൽ ആഞ്ഞടിച്ചിട്ട് നിന്റെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നിന്നെ ശക്തിയുള്ളവളാക്കി ആത്മാവിന്റെ തീ നിന്നിൽ കത്തിച്ച് നിനക്കൊരു ഉണർവ് പകർന്ന് നിന്നെ ഓടുമാറാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. എത്ര വേദനകൾ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഇന്ന് രാത്രി ആ വേദനകളെ ശമിപ്പിക്കുവാൻ മാനുഷികമായ കരങ്ങൾക്കോ വാക്കുകൾക്കോ കഴിയുകയില്ല. എന്നാൽ നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന, നിന്നെ സഹായിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ഈ ആത്മശക്തി നിന്നിലേക്ക് പെയ്തിറങ്ങി വരുന്നത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, കടുപ്പമേറിയ ബലമുള്ള വലിപ്പമുള്ള വചനം കൊണ്ട് ആ ശത്രുവിനെ തകർക്കാൻ പോവുകയാണ് ദൈവം. നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ ദൈവം തകർക്കും. ഉറപ്പാണ്. പിടികിട്ടണമെങ്കിൽ നിങ്ങൾ യോവേൽ പ്രവചനം 2-ാമത്തെ വാക്യം വായിക്കണം. അവിടെ വായിക്കുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്നവൻ ഓടിക്കും, ദൂരത്തോടിക്കും. നിന്റെ സ്ഥിതിഗതികളെ കർത്താവ് മാറ്റും. നിന്റെ ശത്രുവിനെ ദൂരത്തേക്ക് ഓടിച്ചു കളയും. ഇവിടെ ഈ ശക്തി പകർന്നു ലഭിച്ചപ്പോൾ പ്രവാചകൻ ശക്തിയോടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. ലിവ്യാഥാനെയും വക്രസർപ്പമായി ലിവ്യാഥാനെ സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. അന്ന് നിങ്ങൾ ഈ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവീൻ. ഇപ്പൊ വേണ്ടതുപോലെ പാടാൻ കഴിയുന്നില്ല. മനോഹരമായ മുന്തിരിത്തോട്ടം എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം കർത്താവ് നല്ല വക മുന്തിരി വള്ളി കൊണ്ടുവന്ന് നട്ടു, അതിന് വേലി കെട്ടി, അതിൻ്റെ അകത്ത് നല്ലവണ്ണം കിളച്ചിളക്കി, അതിലെ കല്ലുകൾ പെറുക്കിക്കളഞ്ഞു, എന്നിട്ട് നല്ല വളമിട്ടു, നല്ല വളക്കൂറുള്ളതാക്കി മാറ്റിയിട്ട് നല്ല വക വള്ളി കൊണ്ടുവന്ന് നട്ടു, മുന്തിരി വള്ളി നട്ടു. എന്നിട്ട് ഫലം കായ്ക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ചക്ക കുടിച്ചിട്ട് ഒരു ഗോപുരം പണിതു, കാത്തിരുന്നു. പക്ഷെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്ത് ചെയ്തു? അതിന്റെ വേലി പൊളിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി പൊളിഞ്ഞു കിടക്കുന്ന ചിലതിനെ, ഓ ഹല്ലേലൂയ, തൊട്ടുണർത്തുവാൻ തമ്പുരാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. ഒറ്റ വിളി കൊണ്ട് വിളിച്ചിട്ട് ദൈവം തമ്പുരാൻ ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ഏൽപ്പിച്ച വ്യക്തിത്വങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ ചില ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ഇതിനകത്ത് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ചില ശ്രേഷ്ഠകരമായ ശുശ്രൂഷകൾ നിന്നെ ഏൽപ്പിക്കുവാൻ കർത്താവിന് താല്പര്യമുണ്ട്. കൊടുക്കാമോ? ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? സഹോദരി, ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ജോളി ബേബിയോ ഒരു സൗകര്യം ഉണ്ടോ? ജോളി ബേബി, ആ സഹോദരിയോട് ദൈവാത്മാ പറയാണ്, ഒരു
ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ദൈവാത്മാവ് നിന്റെ മേൽ പകരാൻ പോവുകയാണ്. ഉറപ്പായിട്ടും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുക, ചിലത് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുക, ദൈവം നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കാൻ പോവുക, നിന്റെ സങ്കടങ്ങളെ കർത്താവ് മാറ്റാൻ പോവുക. അയ്യോ, കർത്താവിന് ദാസനെ, ഞാൻ അങ്ങനെയൊന്നുള്ള ആളല്ല എന്നൊക്കെ ഒരു പക്ഷെ പറഞ്ഞേക്കാം. കർത്താവിന് അത് വിഷയമല്ല കേട്ടോ, നമുക്ക് വിഷയ. നമ്മൾ ചിന്തിക്കുവോ നടക്കില്ല, പക്ഷെ തമ്പുരാൻ പറയുകയാണ്, ഇല്ല, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകും. ഉറപ്പായിട്ടും ഇന്ന് വിശ്വസിക്കാമോ? രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിന്റെ കരമുള്ളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഗ്ലോറി, ഹല്ലേലൂയ. ദൈവിക പ്രവൃത്തി ഇന്ന് രാത്രി അങ്കുരിച്ചു വരികയാണ്. ദൈവിക പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. ഗ്ലോറി, യേശു കർത്താവേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ദൈവിക പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. രക്തജയം, രക്തജയം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക സഹോദരി. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ദിവസങ്ങളിൽ ശ്രേഷ്ഠകരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. നിങ്ങളെ അതിനു വേണ്ടി ദൈവം ഒരുക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ദൈവം ചിലത് ചെയ്യാൻ പോവുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അതേ അധ്യായത്തിൽ തന്നെ, അതേ വാക്യത്തിന്റെ താഴെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 27-ന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണ്ണമാകുകയും ചെയ്യും. വേരൊന്നാൻ കഴിയാതെ, നിവർന്നു നിൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ദൈവ പൈതലെ, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. വേറൊരു ബേബി സഹോദരൻ, ഒരു ബേബി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഉഷയോ, നീയാണോ? ഹലോ, ആ, ദൈവത്തിന് സ്തോത്രം. ആ സഹോദരിയോട് ദൈവാത്മാ പറയാണ്, നിന്നെ വേരൊന്നിക്കാൻ പോവുക, നിന്നെ വേരൊന്നിക്കാൻ പോവുക, വേരൊന്നിക്കാൻ പോവുക. ഇവിടെ ആത്മാവ് പറയും, 6-ാം വാക്യം 27-6, വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്ത് പൂക്കുകയും. കേട്ടോ, ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഒരു തളിർപ്പുണ്ടാകയില്ലെന്ന് വിധി എഴുതി കാത്തു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ്, ഇല്ല, ശത്രു വിധി എഴുതിക്കോട്ടെ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ദൈവം നിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോവുകയാണ്. ദൈവം നിന്റെ കുടുംബത്തിൽ ചിലത് പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവം നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഒന്ന് വിട്ടുകൊടുക്കാമോ? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ദൈവാത്മാവ് ഇടപെടുകയാണ്, ദൈവാത്മാവ് ഇടപെടുകയാണ്. എനിക്ക് ആ സഹോദരിയെ പരിചയമില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഒരു മറവും ദൈവത്തിനില്ല. ദൈവം എല്ലാം വെളിപ്പെടുന്ന ദൈവമാണ്. ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നീ വിട്ടുകൊടുക്കുമെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കാണാൻ കഴിയും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കർത്താവ് വഴിയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകയിൽ രക്തസ്രവക്കാരിയായ സ്ത്രീ പുറകിലൂടെ ചെന്ന് അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടപ്പോ, അതിന്റെ തൊങ്ങലി തൊട്ടപ്പോ കർത്താവിന് ശക്തി പുറപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന ആരും അറിഞ്ഞില്ല. വിടുതൽ പ്രാപിച്ച സഹോദരി അറിഞ്ഞു, ശക്തി പുറപ്പെട്ട കർത്താവ്, അവർ രണ്ടുപേരും മാത്രം അറിഞ്ഞു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ആരോടൊക്കെയോ പറയുന്നു, നിന്റെ വിഷയം ആരും അറിയുന്നില്ല, പക്ഷെ അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തൊടാൻ പോവുക, നിന്നെ തൊടാൻ പോവുക. നീ തൊടുകയല്ല, ദൈവം ഇന്ന് രാത്രി നിന്നെ തൊടാൻ പോവുക, നിന്റെ വിഷയത്തെ കയറി തൊടാൻ പോവുക. ഉറപ്പായിട്ടും കർത്താവിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ വിഷയത്തെ കർത്താവ് ഇന്ന് രാത്രി തൊടും. നീ ഭാരപ്പെടുന്ന വിഷയം,
ശരീരത്തിന്മേൽ കർത്താവിന്റെ കരം തൊടും. 1-2 പേരോട്, ഒന്നിലധികം പേരോട് പരിശുദ്ധാത്മ പറയുന്നു, വേദനപ്പെട്ട് തകർന്നിരിക്കുന്ന ദൈവ പൈതലേ, നിനക്കു വേണ്ടി കർത്താവ് തന്റെ കരം നീട്ടാൻ പോവുകയാണ്. രക്തജയം നമ്മള് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം. അതിനകത്ത് പത്രോസിനെ അകത്ത് തടവറയിൽ പൂട്ടിയിട്ടിരിക്കുക. പക്ഷേ ദൂതൻ ചെന്ന് തൊട്ടപ്പോൾ അവന്റെ ശരീരത്തെ കെട്ടിയിരുന്ന ചങ്ങലകളെല്ലാം അഴിഞ്ഞുപോയി, നിഷ്പ്രയാസം അഴിഞ്ഞുപോയി. ആരും ബലം കൊടുത്തില്ല, ദൂതൻ തൊട്ടതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിന്നെ തൊടും. നിനക്കെതിരെ നിൽക്കുന്ന വ്യക്തികളെ തൊടും. ദൈവം ഏതെല്ലാം നിലകളിൽ തൊടണമെന്ന് നീ ചിന്തിക്കാൻ അപ്പുറം ദൈവം ചിന്തിച്ചുകൊണ്ടിരിക്കുക, ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നീ പ്രാർത്ഥനയ്ക്ക് കയറിയപ്പോൾ തന്നെ ദൈവത്തിന്റെ കരം ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഉറപ്പായിട്ട് ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോകും. രക്തം ചെയ്യും. ഉറപ്പിക്കുക മാത്രമല്ല, അവൻ നിന്നെ പണിയുന്ന ദൈവമാണ്, അവൻ നിന്നെ കിളിർപ്പിക്കുന്ന ദൈവമാണ്, അവൻ നിന്നിലൂടെ ഫലം ഉളവാക്കുന്ന ദൈവമാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ കാണാൻ കഴിയും. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, 1-ാം അധ്യായം 1 മുതലുള്ള വാക്യം. യെഹെസ്കേൽ എടുത്തോ, എല്ലാരും എടുത്തോ. അവിടെ വായിക്കുന്നത് 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ഉയരത്തിൽ ഒരു വഴി തുറക്കുക, ഒരു വാതിൽ നിനക്ക് തുറക്കുക. 4 വശവും ശത്രു കെട്ടിയടച്ചു കേട്ടോ. ഇനി മുന്നോട്ട് വിടുകയില്ലെന്ന് വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിനാരും പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നിനക്കെതിരെ ചുറ്റും വെല്ലുവിളിച്ച് കെട്ടിവെച്ചിരിക്കുക. നിന്റെ യാത്ര മുടക്കി, നിന്റെ നന്മ മുടക്കി, മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന ആ വേലിക്കെട്ടിനുള്ളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നീ തന്നെ ശ്രമിച്ചാൽ നടക്കൂല. പക്ഷേ നിനക്ക് വേണ്ടി ഉയരത്തിൽ ഒരു വാതിൽ തുറക്കുക, ഒരു വഴി തുറക്കുക. ഇനി അവിടെ വായിച്ചത്, ദൈവത്തിലൊക്കെ സ്വർഗം തുറന്നു. 1, സ്വർഗം തുറന്നു. 2, ഇതുവരെ കാണാത്ത ചിലത് കാണിക്കാൻ പോവാ. വേറൊരു വാക്യമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ പറഞ്ഞു വിടാം. വായിപ്പിക്കാൻ സമയം എന്റെ മുമ്പിലില്ല അധികം, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു വിടാം. ഗോപുരങ്ങളുള്ള ഒരു പട്ടണത്തിൽ നിന്നെ കൊണ്ടുചെന്നെത്തിക്കാൻ പോവാ. വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള പട്ടണത്തിൽ നിന്നെ കൊണ്ടുചെന്നെത്തിക്കുന്ന ദൈവം. എനിക്കറിയില്ല കേട്ടോ സഹോദരി, പരിശുദ്ധാത്മ പറയാണ്, വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള ഒരു പട്ടണത്തിൽ ദൈവം കൊണ്ടുചെന്നെത്തിക്കും. അവിടെയാണ് നമ്മുടെ പാർപ്പ്, അവിടെയാണ് നമ്മുടെ ജോലി, അവിടെയാണ് നാം നന്മ പ്രാപിക്കാൻ പോകുന്നത്. വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള 6ഉം 7ഉം 10ഉം 12ഉം നിലകളുള്ള ബിൽഡിങ്ങുകൾ, വലിയ ഫ്ലാറ്റുകൾ, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒരു വെളിപ്പാട് ദൈവം തന്നത്. ഈ വാക്യം വായിച്ച സഹോദരിയില്ലേ, സഹോദരിയോട് ദൈവാത്മ പറയാണ്, പേരൊന്നും അറിയത്തില്ല, എന്നാൽ ദൈവാത്മ പറയാണ്, സഹോദരിയോട് വ്യക്തമായിട്ട് ദൈവാത്മ പറയാണ്, അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ദൈവം കൊണ്ടുചെന്നെത്തിക്കാൻ പോവാ. പ്രാർത്ഥിച്ചോ, ദൈവം വഴി തുറക്കാൻ പോവാ. ഏത് നിലകളിലെ ശത്രു അതിനെ തടസ്സം എന്നാലും തമ്പുരാന്റെ ബലമുള്ള വാൾ, കടുപ്പമുള്ള വാൾ, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, ശക്തിയുള്ള വാൾ അതിനെയും തകർത്തു കളയും. ശത്രുവിന്റെ തടസ്സങ്ങളെ തകർത്തു മാറ്റി
ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി വിട്ടുകൊടുക്കാമോ? ജുഡമന ഹസ്തര മൗഡമ റിബന ഘടക അർദ്ധേ രകലം ദുരക ചകനകല ഘടക അർത്തികോരകല ഘടകം സുരാദികൽക്കനെ മൗഡമരവന ഘടക. അത് മാത്രല്ല, സ്വർഗം തുറന്നു, 2 ദിവ്യ ദർശനങ്ങളെ കണ്ടു. വഴിയില്ലാതിരുന്നിടത്ത് ദൈവം വഴി തുറക്കും. അത് മാത്രല്ല, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ചില ദൈവം കാണിക്കും, ഉറപ്പായിട്ടും കാണിക്കും കേട്ടോ. ഇന്ന് രാത്രി നീ വിട്ടുകൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിന്നോട് സംസാരിക്കും. കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോവുകയാണ്. ഗ്ലോറി. മുമ്പ് പറഞ്ഞില്ലേ 10 ദിവസത്തിന്റെ ഒരു കഥ. ആ 10 ദിവസത്തിനുള്ളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, നീ വിശ്വസിച്ചാൽ. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ 10 ദിവസത്തിനുള്ളിൽ ദൈവം അത് നിനക്ക് സാധിപ്പിച്ചു തരും, ഉറപ്പായിട്ടും. വചനം അങ്ങനെയാ പറഞ്ഞ, വചനത്തിന് മാറ്റമില്ല, നമുക്കാ മാറ്റമുള്ളൂ. നമ്മൾ അവിശ്വസിക്കുമോ, 10 ദിവസം കൊണ്ട് എങ്ങനെ നടക്കാനാ പാസ്റ്റേ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കണ്ട. ദൈവത്തിനൊന്നും അസാധ്യമല്ല, ഒന്നും അസാധ്യമല്ല. ഒരു സഹോദരന്റെ പാസ്പോർട്ട് നോ എൻട്രി അടിച്ചു. ഇനി ഒരിക്കലും ആ രാജ്യത്ത് പോകാൻ പറ്റൂല എന്നുള്ള നോ എൻട്രി അടിച്ചതാ. ആ സഹോദരൻ ഒരു 2-3 വർഷത്തിന് ശേഷം അദ്ദേഹം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പോകുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ദൈവം ഒറ്റ വാക്ക് പറഞ്ഞു, ഇല്ല, ഞാൻ ദൈവമാണ്, ഞാൻ അബ്രാഹാമിന്റെയും യിസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് നിന്നെ കാണിക്കാൻ പോവാന്ന്. പുള്ളി അന്ധമായിട്ട് അത് വിശ്വസിച്ചു. അന്ധമായിട്ട് വിശ്വസിച്ച ഭാഗം ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം തനിക്ക് വേണ്ടി 3 വർഷം താമസിച്ചു. 3 വർഷം കഴിഞ്ഞ് തനിക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കി. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ കടത്തി. അദ്ദേഹത്തെ കൊണ്ട് അവിടെയെല്ലാം ശുശ്രൂഷ ചെയ്യിപ്പിച്ചു. ഞാൻ ഇന്ന് രാത്രി ഇത് പറഞ്ഞത്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഒരു കാര്യം ദൈവത്തിന് അസാധ്യമല്ല. ദൈവം അത്ഭുതം ചെയ്യും. 10 ദിവസം തുറന്ന 10 ദിവസത്തിനുള്ളിൽ, ചിലപ്പോ നാളെയാകാം, ചിലപ്പോ ഇന്ന് രാവിലെ വെളുപ്പിനാകാം, അല്ല 5 ദിവസം കഴിഞ്ഞാകാം, 6 ദിവസം കഴിഞ്ഞാകാം. അത് നിങ്ങളുടെ ഉറപ്പ് പോലെ, വിശ്വാസത്തിന്റെ ഉറപ്പ് പോലെ ഇരിക്കും. 10 ദിവസത്തിനുള്ളിൽ ഈ കാര്യം നടക്കാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. വേറൊരാള് അതിന് താഴെ വാക്യം ഒന്ന് വായിച്ചു. വേറൊരാള് താഴെ വാക്യം വായിച്ചു. മൂന്നാം വാക്യം പോലും വായിച്ചു. 2-ാം വാക്യം മുതൽ വായിച്ചോ. യെഹോയാക്കീം രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ. വേറെ ആള് വായിക്കുക. സ്തോത്രം, 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 സ്തോത്രം. ആരെങ്കിലും എടുത്തോ? യെഹോയാക്കീം രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദയ ദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച് ഊസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവിടെ അരുളപ്പാട് ഡേറ്റ് ഇട്ട് പറയാ. ഡേറ്റ് ഇട്ട് പരിശുദ്ധന്മ പറയാണ്, അവിടെ യഹോവയുടെ അരുളപ്പാട് ആർക്കുണ്ടായി? ദൈവത്തിന്റെ സ്തോത്രം. ബൂസിയുടെ മകനായ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാട്. അന്ന് യെഹെസ്കേൽ പുരോഹിതനായിട്ടില്ല, പ്രവാസത്തിലാണ്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു, ആലയത്തിൽ ചെന്നു. ആലയത്തിൽ ചെന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ അടിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നതായി കണ്ടു. അതിലൂടെ ഇറങ്ങിച്ചെന്നു, അത് ചുറ്റിക്കറങ്ങി. അങ്ങനെ ആ വെള്ളത്തിന്റെ പുറകെ ഇങ്ങനെ പോയി ചെന്നപ്പോൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. കരയ്ക്ക് നിൽക്കുന്നിടത്തോളം കാലം യെഹെസ്കേൽ പുരോഹിതനാണ്. എന്നാൽ വെള്ളത്തിലിറങ്ങിയാൽ അവൻ പുരോഹിതനല്ല, അവന്റെ ശുശ്രൂഷയുടെ ലെവല് മാറുക. ഈ ദിവസങ്ങളിൽ ഈ വാക്യം വായിച്ച സൗലോട് പരിശുദ്ധാത്മ പറയുന്നു, കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ശുശ്രൂഷയുടെ ലെവല് മാറാൻ പോവുക. ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയല്ല, ഇനി വേറൊരു ശുശ്രൂഷ ചെയ്യാൻ പോവുക. പ്രവചന ശുശ്രൂഷ ദൈവം നിന്റെ നാവിൽ തരാൻ പോവുക, ഉറപ്പായിട്ടും. ദൈവാത്മാവ് അങ്ങനെയാ പറഞ്ഞത്. അവന്റെ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവിടെ യഹോവയുടെ കൈയും അവന്റെ മേൽ വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കരം വന്നാൽ ശുശ്രൂഷയുടെ ലെവലും മാറും.
ദൈവത്തിന്റെ അത്ഭുതം നടക്കും. ഇന്ന് രാത്രി അതിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സമർപ്പിച്ചു കൊടുക്കാമോ? ഈ വചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുക. എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയുന്നുണ്ട്? അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങാൻ പോവുകയാണ്. ശക്തി ഇറങ്ങാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഇറങ്ങാൻ പോവുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ചില സഹോദരങ്ങളും ഒരുമിച്ച് കപ്പൽ ഛേദം വന്ന് സകലതും നശിച്ചു പോകുമെന്ന് കണക്കുകൂട്ടിയ സ്ഥാനത്ത് ഒന്നിന്റെയും പ്രാണനെ നഷ്ടമാക്കാതെ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് മറുകര കടന്ന പൗലോസ് എല്ലാരെയും കൂട്ടിക്കൊണ്ട് ഹല്ലേലൂയ ആ ദ്വീപിൽ ചെന്ന് അവിടെ ഇതാ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഈ അപ്പോസ്തല പ്രവൃത്തി 28-ാമത്തെ നാം വായിക്കുന്നുണ്ട്. അവിടുത്തെ ബർബരന്മാർ അവരെ അസാധാരണമായ ഒരു ദയ അവരോട് കാണിച്ചെന്ന് ദൈവം ഇടപെട്ടപ്പോൾ അസാധാരണമായ ദയ ഇടപെടാൻ പോവുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരോടോ ദൈവത്തിന്റെ ആത്മാവ് പറയും, അസാധാരണമായ ഒരു ഇടപെടലുകൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് നിന്റെ മേലുണ്ടായിട്ട് നീ ഈ ദിവസങ്ങളിൽ സന്തോഷം അനുഭവിക്കാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ നീ വിടുതൽ കണ്ടെത്താൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ നിന്റെ അത്ഭുതങ്ങളെ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നീ കാണാൻ പോകുകയാണ്. ദൈവിക പ്രവൃത്തികളെ കാണാൻ പോകുകയാണ്. അങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേശത്തെ അടക്കിവാടുന്ന ദേശാധിപതി ശക്തിയായ സർപ്പം എഴുന്നേറ്റു. എന്നിട്ട് അണലിയുടെ രൂപത്തിൽ മുന്നോട്ട് വന്നിട്ട് ആ പ്രിയ കർത്തൃദാസന്റെ കൈമേൽ തൂങ്ങുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ ആ കർത്തൃദാസന് ജീവഹാനി വന്നില്ല. അവൻ വീർക്കുമെന്നും പെട്ടെന്ന് ചത്തു വീഴുമെന്നൊക്കെ ബർബരന്മാർ കാത്തിരുന്നു. പക്ഷേ അവനൊന്നും ഭവിച്ചില്ല. അവനെ അവിടെ വരെ എത്തിച്ചവൻ ദൈവമാണെങ്കിൽ അവനെ എവിടെ വരെ കൊണ്ടുപോകണമെന്ന് ദൈവത്തിന് അറിയാം. അവിടെ വരെ അവനെ എത്തിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്തം. ഇന്ന് രാത്രി ഏത് പ്രതിസന്ധി നിന്റെ പടകിന് നേരെ വന്നാലും, ഏത് പ്രതിസന്ധി നിന്റെ കുടുംബത്തിന് നേരെ വന്നാലും, ഏത് പ്രതിസന്ധി നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ വന്നാലും നീ ഭാരപ്പെടേണ്ട. ദൈവം തമ്പുരാൻ അവിടെ വഴി തുറക്കാൻ പോവുകയാണ്. അവിടെ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. പ്രിയ സഹോദരി, ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഇല്ല, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് ആ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിനെ ഉയർത്തത്തക്ക ദൈവം ഉപയോഗിക്കുന്ന ദിവസങ്ങൾ മുന്നിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുകയാണ്. ആകയാൽ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞരങ്ങുന്ന മുള്ളുകൾ ഞരക്കുന്ന വ്യക്തി ജീവിതമേ, മുള്ളുകൾ തകർക്കുന്ന വ്യക്തി ജീവിതമേ, ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, ആ മുള്ളുകളെ പിഴുതു കളയുവാൻ കർത്താവ് ആജ്ഞ കൊടുത്തിട്ടുണ്ട്. ആ മുള്ളുകളെ അവൻ പിഴുതു മാറ്റും. ആ മുള്ളുകളെ അവൻ തകർത്ത് കളയും. ആ മുള്ളുകളുടെ ഞരക്കം നീങ്ങിപ്പോകും. ആ മുള്ളുകൾ നിന്നെ ഞരക്കാൻ ദൈവം സമ്മതിക്കയില്ല. ആ മുള്ളുകളിൽ നിന്നെ തകർക്കാൻ ദൈവം സമ്മതിക്കയില്ല. ആ മുള്ളുകളിൽ നിന്ന് രക്ഷിച്ച് വിടിവിക്കുന്ന ഒരു നാഥൻ ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയും സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളെ തൊട്ടുണർത്തി സംസാരിച്ചു. പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുവാൻ വളരെ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഗ്ലോറി, ഖബറ ജഗന, രഗൽ